everyone, I am Rakesh Ambad, your Law of Attraction coach, and welcome to my new video. എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 5 മിസ്റ്റേക്സ് ഹോപ്പനോപ്പന പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന 5 മിസ്റ്റേക്സിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. കാരണം ഈ ഒരു വിഷയം എടുക്കാൻ കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ ഗ്രൂപ്പിൽ വന്നൊരു ഡിസ്കഷനാണ്. ഒരാൾ അദ്ദേഹത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തോളൂ, നല്ല ലാഭം കിട്ടും, പൈസ നിക്ഷേപിക്കാൻ പറഞ്ഞു. അവർ ഇവരെ വാക്ക് കേട്ട് പൈസ നിക്ഷേപിച്ച് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ആകെ ഒരു പേടി, ഇനി എങ്ങാനും ശരിയായില്ലെങ്കിലോ പൈസ പോയാലോ ഞാൻ കൊടുക്കേണ്ടി വരുമല്ലോ, ഇങ്ങനെ ഓർത്ത് പുള്ളി അറിയാവുന്ന പണി ഹോപ്പനോപ്പനാണ്. അപ്പോൾ ഹോപ്പനോപ്പനിൽ ഇരുന്ന് പുള്ളി രാവിലെ വൈകിട്ടൊക്കെ ഇരുന്ന് കംപ്ലീറ്റ് ചൊല്ലി 2-3 ദിവസം കഴിയുമ്പോൾ ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾ ചിന്തിച്ച പോലെ തന്നെ കാശ് പോയി, ആകെ വഴക്കായി ബഹളായി. അപ്പോൾ ചോദ്യം വന്നത്, ഈ ഹോപ്പനോ ചൊല്ലിട്ട് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്ര ദിവസം രാവിലെ വൈകിട്ട് ചൊല്ലിയതാണല്ലോ, അത് ഗുണം കിട്ടിയില്ല, അപ്പോൾ ഇത് ശരിയല്ലേ, ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ, അതോ ഇനി ഇത് നടക്കാത്ത കാര്യമാണോ, ഉടായ്പാണോ, ഈ രീതിയിലുള്ള സംസാരം വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ഇത് നിങ്ങൾക്കും ഇത് അറിയിക്കാം, കാരണം നമ്മളും ഇത് അറിയാണ്ട് ഹോപ്പനോപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. കാരണം ഹോപ്പനോപ്പ് ലോകം മുഴുവനും ഒരുപാട് ആൾക്ക് റിസൾട്ട് വന്ന സാധനമാണ്. എൻ്റെ ഗ്രൂപ്പിൽ ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട്, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞതിനെക്കുറിച്ച് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ്, ഗംഭീർ റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നല്ലത് മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റം വരുത്തിയ ശേഷം പ്രാക്ടീസ് കറക്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം, ബ്ലോക്സ് എല്ലാം കംപ്ലീറ്റ്ലി ക്ലെൻസായി ഹീലായി നിങ്ങൾക്ക് പ്യുവർ എനർജി വരികയും മാറ്റം വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഹോപ്പനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 30 ഡേയ്സ് പ്രോഗ്രാം വരുന്നുണ്ട് അടുത്ത മാസം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ച് കാര്യങ്ങൾ വിവരങ്ങളെല്ലാം ഞാൻ പറയുന്നത്. കുറച്ച് ഫ്രീ ക്ലാസ്സും ഉണ്ട്, 5 ദിവസം ഫ്രീ ക്ലാസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ പെയ്ഡ് ക്ലാസ്സും ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്തിരിക്കാം. റെഡി? അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. വീഡിയോ മുഴുവൻ കാണാം, നോട്ടും പുസ്തകവും പേനയൊക്കെ എടുത്ത് വയ്ക്കുക, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോവുക, എന്നിട്ട് മാറ്റം വരുത്താൻ റെഡിയാകും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ. മിസ്റ്റേക്ക് നമ്പർ 1, ലാക്കിംഗ് ഇൻറ്റൻഷൻ എന്ന് പറയും. അതായത് പല ആളുകളും ഹോപ്പനോപ്പനോ ചൊല്ലാൻ വേണ്ടി ചൊല്ലണ പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതെ തന്നെ പല ആൾക്കാരും ചൊല്ലണത്. ഒരു സംഭവം വന്നു, അന്നപ്പം ചൊല്ലിയേക്കാം എന്ന രീതിയിൽ നാമം ചൊല്ലണ പോലെ ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ലവ് യു, ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ലവ് യു, ഈ രീതിയിൽ 108 പ്രാവശ്യം പടപടാമർ ചൊല്ലുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, വാക്കുകൾക്കല്ല ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ എന്ന് പറയുന്ന വാക്കുകൾക്കല്ല, ആ വാക്കുകൾക്ക് പിന്നിലിരിക്കുന്ന ഇമോഷൻസിനാണ് പവർ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ. അപ്പം ഇന്ന് മുതൽ ഹോപ്പനോപ്പൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ എന്തിനു വേണ്ടിയാണ് ആ സാധനം മനസ്സിൽ കൊണ്ടുവന്ന് ആ ഫീൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1 മനസ്സിലായെന്ന് വിചാരിക്കും. ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ന് മുതൽ തിരുത്തുക, മാറ്റം വരുത്തുക, ഫീലോട് കൂടി പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 2, റെസിസ്റ്റൻസ് എന്ന് പറയാം. പല ആളുകളും ഹോപ്പനോപ്പന് ചൊല്ലണത് ഉള്ളിലൊരു സംശയത്തോടു കൂടി, ഭയത്തോടു കൂടിയാണ് ചൊല്ലണമെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, ആ എനർജി റെസിസ്റ്റ് ചെയ്യണം, ആ ക്ലെൻസിങ് പ്രോസസ്സിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഹോപ്പനോപ്പ് ചെല്ലുന്ന സമയത്ത് ഒരു കാര്യത്തിന്, പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയോ, ഒരു ആവശ്യത്തിന് വേണ്ടിയോ, ഒരു വസ്തുവിന് വേണ്ടിയോ, ആൾക്ക് വേണ്ടിയോ, സാഹചര്യത്തിന് വേണ്ടിയോ നമ്മൾ ചൊല്ലുമ്പോൾ അത് നടന്നിരിക്കണു, അത് നടക്കും, പോസിറ്റീവാണ്, ഈ ഒരു ഫീല് നമ്മൾ ഉള്ളിൽ കൊടുക്കണം. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ നമുക്ക് മരുന്ന് തരുമ്പോൾ ഡോക്ടർമാരായാലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗുളിക കഴിച്ചു നോക്കൂ, നമുക്ക് നോക്കാം, ചിലപ്പോൾ ശരിയാവുമായിരിക്കും, ഇങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ആണ് നിങ്ങൾ ചെയ്യണമെന്ന് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ സംശയം, ഇപ്പോൾ നേരത്തെ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് ഉണ്ടായ പോലെ ആ സംശയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ, ആ ഒരു ഫിയറോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടാവും, ചെക്ക് ചെയ്യുക. അതില്ലാതെ പരിപൂർണമായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ലെറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞ പോലെ ചൊല്ല വിട്ടേക്ക, ഈ രീതിയിലായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ആ ഫിയറും ഡൗട്ടും മാറ്റി കൂളായിട്ട് പോസിറ്റീവ് സെൻസോട് കൂടി പ്രാക്ടീസ് ചെയ്യാം. 3ാമത്തെ മിസ്റ്റേക്ക്, യൂസിങ് ഇറ്റ് ടു കൺട്രോൾ അതേഴ്സ്. മറ്റുള്ള ആളുകളെ നമ്മളുടെ പരിധിയിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളിത് ചൊല്ലണമെങ്കിൽ വർക്കൗട്ട് ആവില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഹോപ്പനോപ്പന വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട്, ആത്മാർത്ഥമായിട്ട്, എത്തിക്കലായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നടക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ പ്രകൃതിക്ക് എതിരായിട്ടാണ് നിങ്ങൾ ചൊല്ലണമെങ്കിൽ നടക്കില്ല. മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, മറ്റൊരാളെ നമ്മുടെ വഴിക്ക് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം പിടിച്ച് എടുക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഹോപ്പനോപ്പന വർക്കൗട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹോപ്പനോപ്പനോ ചൊല്ലണത് എത്തിക്കലായിട്ടുള്ള കാര്യമാണോ, ആത്മാർത്ഥത്തോട് കൂടിയാണോ, ആ ഒരു ഫീല് പുറത്തുകൊണ്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ അതനുസരിച്ച് ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്തിരുന്നെങ്കിൽ ഇന്നുപോലെ മാറ്റം വരുന്നത്. കാരണം ചില ആൾക്കാർ അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇത് ചൊല്ലും, അവനവൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല, പകരം അമ്മായിയമ്മൻ്റെ വരുതിക്ക് വരണം, ഈ രീതിയിൽ ചൊല്ലുന്ന ചില ആൾക്കാരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് ഈ കേസ്. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്യുക. ഇന്ന് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ട് മാറ്റം വരുത്തുക. 4ാമത്തെ മിസ്റ്റേക്ക്,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോൾഡിങ് നെഗറ്റീവ് ഇമോഷൻസ്. നമ്മൾ പൊതുവെ മലയാളികൾ, നിങ്ങൾ ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കമൻറ്റ് നോക്കി അറിയാൻ പറ്റും, എന്തിനും ഏതിനെല്ലാം നെഗറ്റീവ് കമൻസാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ നമുക്ക് കൂടുതലാണ് മലയാളികൾക്ക്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ നെഗറ്റിവിറ്റി നമ്മളിങ്ങനെ പറയുകയും നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാം നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുന്നത് മുഴുവനും ഈ നെഗറ്റീവ് ഫീലിംഗ് ആണ്. വൈരാഗ്യം, ദേഷ്യം, കുറ്റബോധം, സങ്കടം, വിഷമം, ഈ രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലിട്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കൂടുതലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹോപ്പനോപ്പിനെ കൊണ്ട് ഒരു ഗുണം കിട്ടാൻ പോണില്ല. അപ്പോൾ ഹോപ്പനോപ്പിനെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഇരുന്ന് ആ ഇമോഷൻസിനെല്ലാം നിങ്ങൾ അതനുസരിച്ച് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് ചൊല്ലാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ മനുഷ്യനല്ലേ നെഗറ്റീവ് ആവില്ലേ? നെഗറ്റീവ് ആവും. ആ നെഗറ്റീവിനെ എത്രയും പെട്ടെന്ന് പോസിറ്റീവാക്കി മാറ്റുക. അല്ലെങ്കിൽ ആവറേജ് നോക്കുമ്പോൾ കൂടുതലും പോസിറ്റീവ് ആണോ നിങ്ങളുടെ ഇമോഷൻ എന്ന് ചെക്ക് ചെയ്യുക. ഒരു ദിവസം മുഴുവൻ നോക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് വേണം ഹോപ്പൻ ചൊല്ലാനായിട്ട്. ചിരിച്ച മുഖത്തോടു കൂടി ഹാപ്പി ആയിട്ട് നിങ്ങൾ ചൊല്ലുക. എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്ന ആ സാധനം നടക്കും. അപ്പോൾ 4ാമത്തെ മിസ്റ്റേക്ക് ചെക്ക് ചെയ്യുക, ഇമോഷൻ നോക്കുക, പോസിറ്റീവാക്കി ചെയ്യുക. 5ാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്, നിഗ്ലക്റ്റിംഗ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. പല ആളുകളും ചിന്തിക്കുന്നത് പുറത്താണ് പ്രശ്നം, അത് ശരിയാവണം, അതാണ് ശരിയാവേണ്ടത്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ ആരെ കുറ്റപ്പെടുത്തുക ചെയ്യുക, ബ്ലെയിം ചെയ്യുക. നമ്മളൊന്നെങ്കിൽ നമ്മുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മുടെ ബോസിനെയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഭർത്താവിനോ ഭാര്യയോ നമ്മളിപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറ്റപ്പെടുത്താൻ സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഹോപ്പനോപ്പ് ചൊല്ലുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ പോണില്ല. അപ്പോൾ ഹോപ്പനോപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ പറയുന്നുണ്ട്, ഐ ആം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ലൈഫ്, ഐ ആം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഇമോഷൻസ് ഐ ഫീൽ. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ഹോപ്പനോപ്പിനെ നമ്മൾ ചാൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും കാരണക്കാരൻ ഞാനാണ്, നമ്മളാണ്. ആ ചിന്ത എപ്പോഴും ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതം മോശമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട്, നിങ്ങൾ തന്നെ കാരണക്കാരൻ. എന്നെ പഠിപ്പിച്ചില്ല, എന്നെ ആ രീതിയിലാക്കിയില്ല, ഈ രീതിയിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൽക്കാലം തല്ലിതപ്പാന്നുള്ളൂ. അതുകൊണ്ട് ഉത്തരവാദിത്വം 100% ഏറ്റെടുത്തതിന് ശേഷം അപ്പം തന്നെ പ്രശ്നം. കാരണം നമ്മൾ പൊറുക്കാനും മറക്കാനും തയ്യാറാവാത്ത ആൾ ഹോപ്പനും ചെയ്തൊരു ഗുണമുണ്ടാവില്ല. കാരണം ഇതൊരു ഫോർഗീവ്നെസ് പ്രാക്ടീസാണ്, ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രയറാണ്, അല്ലെ നന്ദി പ്രകാശിപ്പിക്കേണ്ട സാധനമാണ്. അപ്പം മറ്റുള്ളവരുള്ള വിദ്വേഷ വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ആൾക്ക് വർക്കൗട്ട് ആവില്ല. അപ്പം മനസ്സും ശരീരം പരിപൂർണമായിട്ടും വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് വേണം ഈ സാധനം ചെല്ലാനായിട്ട്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ മിസ്റ്റേക്സിൽ ഏതെങ്കിലും ചെയ്യേണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ മാറ്റം വരുത്തുക. ഹോപ്പനോപ്പിനോ മോനെ കിടുവാണ്. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ചെല്ലണ സാധനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്ന സാധനമാണ്. എൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്ക് മാറ്റം വന്നതാണ്. ഇതിൻ്റെ ഒപ്പം ഹോപ്പനൊപ്പം നിങ്ങൾ EFT, അതായത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, ടാപ്പിംഗ് കൂടി നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ധമാക്ക, ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചോ. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. പിന്നെ EFT കുറിച്ച് കുറച്ച് ഡീറ്റെയിലായിട്ട് ഇടാം. അപ്പോൾ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് പൊക്കോളൂ. ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നുണ്ടാവും. മൊത്തത്തിൽ നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതിന് മുമ്പേ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറാം, ഈ കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് മാറാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഹോപ്പനോപ്പിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോ കാണാതെ വരേക്കും ബൈ ഫ്രം രാകേഷ് പാട്ട്.